ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മലമല്ലാത്തതും ശാശ്വതവുമായ ഒരു ദൈവീക ഭവനം ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതുകൊണ്ട് അവർക്ക് മരിക്കാൻ ഭയമില്ല, അവർക്ക് സഹനങ്ങളെ ഭയമില്ല. മനുഷ്യന്റെ ഉള്ളിലേക്ക് പണത്തോടുള്ള ആസക്തി വന്നാൽ നിത്യജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമ്മുടെ മനസ്സിലേക്കുണ്ട്. അപ്പോസ്തലപ്രവർത്തനത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തില് ഈ പെന്തക്കോസ്തായ്ക്ക് ശേഷം അപ്പസ്തോലന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹം 114ഓളം പേരായിരുന്നു. പിന്നീട് പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ 3000-മായി, 5000-മായി. അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നിറഞ്ഞു. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നിറഞ്ഞപ്പോൾ അവരെ പ്രേരിപ്പിക്കുകയാണ്, എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം എന്നുള്ള ദാഹം നിറഞ്ഞപ്പോൾ ഓരോന്നും വിൽക്കാൻ തുടങ്ങി. അതാണ് ഈ ബൈബിളിൽ ഇങ്ങനെ ഈ ദൈവത്തെ സ്വന്തമാക്കുന്നവര് എല്ലാം വിറ്റിട്ടാണ് സ്വന്തമാക്കുന്നത്. ഹല്ലേലൂയ. അല്ലെ, ബൈബിളില് ഈ വയലിലെ നിധിയുടെ ഉപമയുണ്ട്. ഏറ്റവും വിലയേറിയ നിധി കണ്ടെത്തി കഴിയുമ്പോൾ ചെയ്യുന്നതാണ്, ഒരു തനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണ് അത് വാങ്ങുന്നത്. ഹല്ലേലൂയ. ഇത് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ ദൈവം വിളിച്ചു കഴിയുമ്പോൾ അവര് വിളി കെട്ടിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നതെല്ലാം ഉപേക്ഷിക്കുന്നത്. പലപ്പോഴും പലരുടെയും ആത്മീയ തകർച്ചയ്ക്ക് കാരണം ഈ വിലപ്പെട്ടത് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റാത്തതാണ്. ജീവിതത്തില് നമ്മൾ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും വിലപ്പെട്ടതായിരിക്കണമെന്നില്ല. ഹല്ലേലൂയ. നമ്മൾ വിലപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നത് വിലപ്പെട്ടതായിരിക്കണമെന്നില്ല. ഇപ്പോ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതുണ്ട്. അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ വ്യക്തിയുടെ ഉള്ളില് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നിറഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനായിട്ട് വിൽക്കാൻ തുടങ്ങി. പണം കയ്യിലിരുന്ന് കഴിഞ്ഞാല്, സ്വത്ത് കയ്യിലിരുന്നാൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയല്ല, സ്വത്ത് വിൽക്കാൻ തുടങ്ങി. ഇതൊന്നാണ് ഈ അപ്പോസ്തലപ്രവർത്തനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള 4-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനം. അപ്പോസ്തലപ്രവർത്തനം 4:36. ബർന്നബാസ് എന്ന അപരനാമത്താൽ അപ്പോസ്തലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശി ലേവായനുമായ ജോസഫ് തന്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. ഈ ബർന്നബാസിനെ പൗലോസിനെയാണ് വിജാതിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത്. ഇത് നോക്കി, എന്തുകൊണ്ടായിരിക്കും ഈ ബർന്നബാസിനെ പ്രത്യേകം തെരഞ്ഞെടുത്തത്? ബർന്നബാസിനെ തെരഞ്ഞെടുക്കാൻ കാരണം ജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിരുന്ന പലതിനെയും, വിലപ്പെട്ടതായിട്ട് കണ്ടെത്തിയിരുന്ന വയല് മുഴുവൻ വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്തിനു വേണ്ടിയുള്ള ദാഹത്തെ പ്രതിയാണ് വിറ്റത്? ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹത്തെ പ്രതിയാണ് ഉള്ള ആ വയല് വിൽക്കാൻ കാരണം. അങ്ങനെ ഒരാളെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് വിലപ്പെട്ട പണം, വിലപ്പെട്ട സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തില് വിലപ്പെട്ട സമയം, വിലപ്പെട്ട പണം മാറ്റിവെക്കുമ്പോൾ ഇതൊരു പ്രത്യേകത. കുറെ കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവരായിട്ട് മാറും. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, ഒരു നല്ല സമയം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പണം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇങ്ങനെ ഈ ആത്മീയ ദാഹത്തെ പ്രതി എന്തൊക്കെ വിൽക്കുന്നുണ്ടോ, എന്തൊക്കെ മാറ്റിവെക്കുന്നുണ്ടോ, കൊടുക്കുന്തോറും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ പണം കുറച്ച് കഴിയുമ്പോൾ തീരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറും. ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ദൈവത്തിന് കൊടുക്കാനും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനും എല്ലാവർക്കും പിശുക്കാണ്. പ്രാർത്ഥിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പണം മാറ്റിവെക്കാൻ സമയമില്ല. കയ്യില് പണം നിറയും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. നമ്മൾ നമ്മുടെ സമയം ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുവോ,
നമ്മുടെ അധ്വാനം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുവോ, നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുവോ, കാലക്രമത്തിൽ പണം തീരും, പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ജീവിതത്തിന് നല്ലൊരു സമയം അധ്വാനത്തിന് വേണ്ടി, ചിലര് ജീവിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്, അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലര് ജീവിക്കുന്നത് ഈ ലോക സന്തോഷം, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, മൊബൈൽ ഫോണിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അവർക്ക് അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ സമയമില്ല, കുർബാനയ്ക്ക് പോകാൻ സമയമില്ല. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുവൻ നിറഞ്ഞിരിക്കും. പക്ഷെ അവർക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹം രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. ഈ അനനിയാസിന്റെയും സഫീറയുടെയും പ്രത്യേകതയാണ്, എല്ലാവരും കൊടുക്കുന്നത് കണ്ടിട്ടാണ് കൊടുക്കാൻ പോയത്. അല്ലെ, എല്ലാവരും ഇടുന്നത് കണ്ട് നേർച്ചയിടുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും പള്ളിയിൽ പോകുന്നത് കണ്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അനനിയാസും സഫീറ ഇങ്ങനെയാണ്, എല്ലാവരും കൊടുക്കുന്നത് കണ്ടിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ആദിമ ക്രൈസ്തവ സമൂഹം മുഴുവൻ പണവും നിക്ഷേപിക്കുന്നത് കണ്ട് ഇവരും നിക്ഷേപിക്കാനായിട്ട് പോയി. പക്ഷെ ഒരു പ്രത്യേകതയാണ്, അവരുടെ മനസ്സിൽ പണം വെക്കാന്ന് പറഞ്ഞു. അതായത് പെട്ടെന്ന് ബുദ്ധി ചിന്തിക്കുകയാണ്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ? ഹല്ലേലൂയ. ഈ പൈസയെല്ലാം അപ്പോസ്തലന്മാരുടെ, ഈ പറമ്പെല്ലാം വിറ്റ കാശ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഒരു ഭൗതിക ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു യുക്തി ചിന്തയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം തീർന്നു പോകില്ലേ. ഇതേ മനോഭാവം തന്നെയാണ് അനന്യാസിനെയും സഫീറയെയും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഈ പണം മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊടുക്കുന്നതിന്റെ ഒരു ഭാഗം അവര് നാരിയുടെ അറിവോടുകൂടിയാണ്. അല്ലെ, ഈ നന്മ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, തിന്മ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലര് ഈ പാപത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ചിലര് ദൈവത്തിലേക്ക് അടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നവരാണ്. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, സ്വത്തിൽ പകുതി നമുക്ക് മാറ്റിവെക്കാം. ഉടനെ ഭാര്യയെ പറഞ്ഞു, അത് ശരിയാണ്, മാറ്റിവെച്ചേക്കാം. അതുകൊണ്ടാണ് രണ്ടുപേരും നശിച്ചത്. ഇനി ഭാര്യ ഇത് സമ്മതിച്ചില്ലെങ്കിൽ എന്താ പ്രത്യേകത? ഭർത്താവ് മാത്രമേ മരിക്കുള്ളായിരുന്നു. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പാപ മേഖലകളിൽ നമ്മുടെ മക്കളോ ജീവിത പങ്കാളിയോ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാരോ ചെന്നുപെടുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള പാപത്തെ നമ്മൾ ന്യായീകരിക്കരുത്. ചില പാപമേഖലകളോട് നിങ്ങൾ ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും നോ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. തെറ്റാണെന്ന് തുടല്ലേ ബൈബിളില് സ്നാപക യോഹന്നാൻ ഹെറോദേസും ഹെറോദിയായും തമ്മിലുള്ള വിവാഹം അത് അനുവദിക്കപ്പെട്ടതല്ലാത്തത് കൊണ്ട് സ്നാപക യോഹന്നാൻ അതിനെതിര് പറഞ്ഞു. അതിന്റെ ഫലമാണ് സ്നാപക യോഹന്നാന്റെ രക്തസാക്ഷിത്വം. പക്ഷേ സ്നാപക യോഹന്നാൻ മരിച്ചെങ്കിലും അവൻ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വിലയുള്ളതായിട്ട് മാറി, വിലപ്പെട്ടവനായിട്ട് മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ഹൃദയത്തിൽ കൊടുക്കേണ്ട സ്ഥാനം പണത്തിന് കൊടുത്താൽ കാലക്രമത്തിൽ ആ വ്യക്തി നശിച്ചിരിക്കും. ദൈവത്തിന് ഹൃദയത്തിൽ കൊടുക്കേണ്ട സ്ഥാനം പണത്തിന് കൊടുത്താൽ ആ കൊടുക്കുന്നവൻ കാലക്രമത്തിൽ നശിച്ചിരിക്കും. അനനിയാസിന്റെയും സഫീറയുടെയും പ്രത്യേകതയാണ്, അവര് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ പണം വെച്ചെങ്കിലും അവരുടെ ഹൃദയത്തിൽ പണം സ്ഥാനം പിടിച്ചിരുന്നു. അവര് പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ, പലരുടെ ജീവിതത്തിൽ എങ്ങനെ സമർപ്പണം ഉണ്ടെന്ന് പറഞ്ഞാലും ആത്മീയത ഉണ്ടെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കിടപ്പുണ്ട്. ഈ അനന്യാസും സഫീറയുടെയും ഹൃദയത്തിൽ നിന്ന് പണം മാറ്റപ്പെട്ടിട്ടില്ല. അവരുടെ ഹൃദയത്തിൽ ഈ പണം സ്ഥാനം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതാണ് ആത്മീയ അഭിലാഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പണം കയറിയാൽ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ആത്മീയാഭിലാഷം നഷ്ടപ്പെടുന്നത്. പണം ഒരു വിഗ്രഹമായിട്ട് വന്നാൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പറ്റില്ല. പണം ഒരു വിഗ്രഹമായിട്ട് വന്നാൽ ഭക്തിയോട് ജപമാല ചെയ്യാൻ പറ്റില്ല. പണം ഒരു വിഗ്രഹമായിട്ട് വന്നാൽ വിശുദ്ധിയോടുകൂടി ബൈബിൾ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പണം ഒരിക്കലും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു. പണം നമ്മളെ നയിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പണം പോലെ നശിച്ചു പോയ അനേകം ബൈബിളിലെ വ്യക്തികളുണ്ട്.
യൂദാസ് നശിക്കാൻ കാരണം പണം ഹൃദയത്തിൽ കയറിയതാണ്. അനന്യാസ് സഫീറ നശിക്കാൻ കാരണം പണം ഹൃദയത്തിൽ കയറിയതാണ്. ഈ പണം എടുത്തു കളഞ്ഞപ്പോൾ രക്ഷപ്പെട്ട ആളുകളുണ്ട്, അല്ലെ? സക്കേവൂസ് രക്ഷപ്പെടാൻ കാരണം ഹൃദയത്തിൽ നിന്ന് പണം ഇറങ്ങിപ്പോയത് കൊണ്ടാണ്. മത്തായി രക്ഷപ്പെടാൻ കാരണം എന്താണ്? ഹൃദയത്തിൽ നിന്നും പണം ഇറങ്ങിപ്പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചിന്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധനത്തോടുള്ള ആസക്തി, പണത്തോടുള്ള ആസക്തി പലപ്പോഴും പലരുടെയും ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ പുതിയ നിയമത്തിൽ തന്നെ ഈ യോസേഫ് പിതാവിന് ഒരു വലിയൊരു പ്രതിസന്ധി വന്നു. പ്രതിസന്ധി വന്ന സമയത്ത് മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്ത്, ഈ തീരുമാനമെടുക്കാൻ കാരണം യോസേഫ് പിതാവിന് ആത്മീയ അഭിലാഷമുള്ളത് കൊണ്ടാണ്. ആത്മീയ അഭിലാഷമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങളിൽ ദൈവം ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, ദീർഘസമയവും പ്രാർത്ഥിക്കുകയും ദീർഘസമയ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച യോസേഫ് പിതാവ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കും. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഉറക്കത്തിൽ അവനോട് യോസേഫ് പിതാവിനോട് ദൈവം സംസാരിച്ചു. ഉറക്കത്തിൽ ദൈവം സംസാരിച്ച് നീ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് പറഞ്ഞു. ഇത് ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു അഭിഷേകമാണ്. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ കടന്നു വരും. ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും, ഏത് കാര്യം ചെയ്യണം, ഏത് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ജീവിതത്തില് മക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കുമ്പോൾ ദൈവം ഇടപെടണമെങ്കിൽ നമ്മളെ നയിക്കുന്നത് ആത്മീയ അഭിലാഷമായിരിക്കണം. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഭൗതികമായ കാര്യങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ പറ്റില്ല. ആത്മീയ കാര്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം, 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം, തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്കും നിബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേകം കെണികളുണ്ട്. ചില സമയത്ത് ഇങ്ങനെ വച്ചാ എല്ലാം തീർന്ന് വട്ടപൂജ്യമായി. എവിടുന്നോ മൊബൈൽ ഫോണിൽ നിന്ന് വന്ന് കേട്ട്, അതായത് ഇപ്പൊ പൈസ കൊടുത്താൽ ഒരു 50,000 രൂപ കൊടുത്താൽ നിങ്ങളുടെ കയ്യിലേക്ക് 1 കോടി വരാനിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ് പൈസയൊക്കെ ആയിട്ട്. ഇങ്ങോട്ട് വരാനുള്ള ഒരു തടസ്സങ്ങളുണ്ട്. അതിനിപ്പോ ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് വരാൻ വേണ്ടിയുള്ള ഒരു 1 കോടി രൂപയാണ് കയ്യിലേക്ക് വരുന്നത്. ഈ ധനവാന്മാരാകണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ലെ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിബന്ധിക്കും. ഹല്ലേലൂയ. ഈ പണത്തോട് ദാഹം വർദ്ധിച്ചാൽ പല വിധത്തിൽ മനുഷ്യൻ നശിക്കും. പണത്തോടുള്ള ആസക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ നാശം എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്നായിരിക്കും. അതാണ് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെ, അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരുണ്ട്, അല്ലെ. എങ്ങനെയെങ്കിലും നല്ല ജോലി കിട്ടും, നല്ല കാശ് വാങ്ങിക്കണം, നല്ല നിലയിൽ എത്തണം, ഉയർന്ന സാലറി വാങ്ങിക്കണം. ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അവർ പറയും ഏത് ജോലി ചെയ്താലും കുഴപ്പമില്ല, ആരുമായിട്ട് പാപം ചെയ്താലും പൈസ കിട്ടിയാൽ മതി, ഏത് അധപ്പതിച്ച അവസ്ഥയിലൂടെ കടന്നു പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഈ ആഗ്രഹിക്കുന്നവർക്ക് പല പ്രലോഭനങ്ങളും ചെന്ന് വീഴും. ഹല്ലേലൂയ. ഇന്ന് അനേകം പേര് വീണ് പോകുന്നുണ്ട്. ഒന്ന് ധനമോഹമാണ്. എല്ലാം അതിന്റെ അടുത്ത വചനമാണല്ലോ 10-ാമത്തെ വചനം. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പണം ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ. പണം കിട്ടിയെങ്കിലേ പ്രശ്നങ്ങൾ മാറൂ.
പണം ഉണ്ടെങ്കിലേ വീട്ടിലെ പ്രതിസന്ധികൾ മാറുള്ളൂ. പണം ആവശ്യമുണ്ട്, പണം ചില കാര്യങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പണത്തിന് വേണ്ടിയുള്ള അമിതമായ ദാഹം നിറഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഒരു അധപ്പതനമാണ്. എത്ര പണം കിട്ടുന്നുവോ അങ്ങോട്ട് നമ്മൾ പോകും. ആര് പണം തരുന്നു അവരുമായിട്ട് പാപം ചെയ്യും. ഏത് ജോലി കിട്ടുന്നതിന് വേണ്ടിയും എന്ത് കാര്യങ്ങളും ചെയ്യാൻ സന്മനസ്സാ കാണിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ആ വചനം ഓർപ്പിക്കുകയാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഇന്ന് പിശാചൊരുക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെണിയാണ് പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയത്. പണമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പണത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അതിനകത്ത് ജസീന്ത രോഗിണിയായി മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഇവര് പരിത്യാഗത്തിന്റെ ഭാഗമായിട്ട് അരയില് കയറ് കെട്ടിയാണ് യാഗം എടുത്തിരുന്നത്. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ജസീന്ത അരയിലിരുന്ന കയറ് ലൂസിയുടെ കൈ കൊടുത്തു. ഇനി ഇത് ധരിക്കാൻ പറ്റത്തില്ല, അമ്മ ഇറങ്ങി ഡോക്ടറിന്റെ അടുക്കലാണ്. ഈ കയറ് തൂക്കി പിടിച്ചിട്ട് ജസീന്ത പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഇതിനേക്കാളും വലുതുണ്ട്. ഹല്ലേലൂയ, ഏറ്റവും വിലപ്പെട്ടത് ഇതിനേക്കാളും വലുതുണ്ട്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് എന്തായിരിക്കും? അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് അതിലിരിക്കുന്ന പുരുഷായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുന്ന ജപമാലയായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുന്ന ബൈബിളായിരിക്കാം. അതുകൊണ്ടാണ് പല വിശുദ്ധരുടെയും മുറികൾ പരിശോധിച്ചപ്പോൾ ആകെയുള്ളത് അതിലിരിക്കുന്ന കൊന്തയും കുരിശും ബൈബിളും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് അവരെ ആരാക്കിയത്? വിശുദ്ധരാക്കിയത്. അതിലില്ല വേറെ ചില ആൾക്കാരുടെ മുറി നോക്കിക്കഴിഞ്ഞാൽ മുറിയിൽ ഇനി ഒരു ശകലം പോലും ഇടയില്ല. ജീവിയുണ്ട്, വാഷിംഗ് നാട്ടിൽ വാങ്ങിച്ചു കൂട്ടാവുന്ന എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു, അച്ഛാ വീട്ടിലെ അലമാരി രണ്ടാമതൊന്നുകൂടെ വാങ്ങിച്ചു, കാരണം സാരി ഇരിക്കാൻ ഇടയില്ല, ഇനി ഇടയില്ല, അതുകൊണ്ട് അടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ കുന്നുകൂട്ടി വെക്കുന്ന കാര്യങ്ങളുണ്ട്. ജീവിതത്തില് ക്രമ കിട്ടിയ ജസീന്ത പറയുന്ന ഒരു കാര്യമാണ്, ഈ കയറ് കൊണ്ടാണ് എനിക്കൊരു പക്ഷേ അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റുന്നത്. ഈ കയറ് അരയെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അനേകം ആത്മാക്കളെ നേടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കൊമ്പ കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പല പ്രതിസന്ധികളിലും ഇടപെട്ടിട്ടുള്ളത്. ഒരു പ്രശ്നത്തിന്റെ സമയത്ത് ഈ ബൈബിൾ തുറന്നപ്പോഴാണ് ഉത്തരം കിട്ടിയത്. അല്ലെങ്കിൽ ഈ കുരിശെടുത്ത് പിടിച്ചപ്പോഴാണ് എന്റെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾ മാറിയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വിലപ്പെട്ടത് ഏതാണ്? വിലപ്പെട്ടത് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എനിക്ക് പേടിയാണ് ചോദിക്കാനായിട്ട്. അച്ഛാ ഇത് വിലപ്പെട്ടതാന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതിയതിനെ അച്ഛൻ വില വരുന്നില്ലല്ലോ എന്നുള്ള വേദന ഉണ്ടാകും. ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ ഒരു വിശുദ്ധയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവരെ കൃപയിൽ നിലനിർത്തിയിട്ടുള്ള ആത്മീയ കാര്യങ്ങളാണ്. ജപമാല, കുരിശുരൂപം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പണത്തോടുള്ള ദാഹം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെടും, നിത്യജീവിതത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടും. ജ്ഞാനത്തിനൊക്കെ വരുമ്പോ കുട്ടികളോട് ഈ സ്വർഗം എന്ന് പറയുമ്പോൾ ചിരിയാണ്. ഈ സ്വർഗം എന്ന് പറഞ്ഞുണ്ടോ? അതെല്ലാം അവിടെ നിന്ന് മാഞ്ഞുപോയി. ഇതിന്റെ കാരണം ഈ പരിശുദ്ധാത്മാവ്, ആത്മീയ ദാഹം, ഇതൊന്നും മനസ്സിലില്ല. ആത്മീയ ദാഹമില്ലാതെ യാന്ത്രികമായിട്ട് ആത്മീയ ജീവിതം നയിക്കുന്ന അനേകം പേര് ഇന്ന് ഈ കാലഘട്ടങ്ങളിലുണ്ട്. പള്ളി പോകുന്നുണ്ട്, വിശ്വാസമില്ല. അല്ലെങ്കിൽ ജപമാല കഴുത്തലുണ്ട്, വിശ്വാസമില്ല. ഇങ്ങനെയുള്ള പല ജീവിതങ്ങളും ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. ഈ പ്രത്യാശ നമുക്കറിയാം, റോമലേഖനം 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നു. ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? ഏറ്റവും വലിയ പ്രത്യാശ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള പ്രത്യാശയാണ്. അത് പറഞ്ഞു തരുന്ന ഒരേ ഒരു പുസ്തകം ബൈബിളാണ്. ഹല്ലേലൂയ, അല്ലെ? പൗലോസ് പറയുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരാണ് എങ്കിൽ ഞങ്ങളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ റോമ 8:10 വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസ്സാരമാണ്. ഇപ്പോഴത്തെ കഷ്ടതകളൊക്കെ നിസ്സാരമായിട്ട് കണക്കാക്കാൻ, ഈ ഭൂമിയിലെ സഹനങ്ങളെ സഹനമായിട്ട് മാത്രം കാണാൻ, ഇത് ജീവിതത്തിന് അവസാനമായിട്ട് കാണാൻ ചിന്തിക്കാതെ ഇതിനപ്പുറമുള്ള ഒരു സന്തോഷമുണ്ട് എന്ന്
തിരിച്ചറിവുണ്ടായത് ഈ നിത്യജീവിതത്തിന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ ഒരു ദുരിതമായിട്ട് കാണും. അതുപോലെ കുറുദോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തില് 5-ാം അധ്യായത്തിൽ 1-ാം വചനത്തിലുണ്ട്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മലമല്ലാത്തതും ശാശ്വതവുമായ ഒരു ദൈവീക ഭവനം ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതുകൊണ്ട് അവർക്ക് മരിക്കാൻ ഭയമില്ല, അവർക്ക് സഹനങ്ങളെ ഭയമില്ല. മനുഷ്യന്റെ ഉള്ളിലേക്ക് പണത്തോടുള്ള ആസക്തി വന്നാൽ നിത്യജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഈ 3 കുട്ടികളിൽ ഫ്രാൻസിസിനോട് ഒരിക്കലും ഇങ്ങനെ ഈ പ്രതിഷേധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ വന്ന് ചോദിച്ചു, നിനക്ക് ആരായി തീരാൻ ആഗ്രഹം? എഞ്ചിനീയർ ആകാനാണോ, ഡോക്ടർ ആകാനായിട്ടാണോ, പുരോഹിതനാകാനായിട്ടാണ് ആഗ്രഹം? എന്നെ പറഞ്ഞ് അവസാനം ഫ്രാൻസിസ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. ഹല്ലേലൂയ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ ഇന്ന് ജീവിതത്തിലെ നിങ്ങളുടെ ദൗർഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നിങ്ങൾ പഴിക്കും. ജീവിതത്തില് നിത്യജീവിതത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തില്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയും. രോഗം വന്നാൽ ദൈവത്തെ തള്ളിപ്പറയും. നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയും. ജീവിതത്തിന്റെ ഏറ്റവും അർത്ഥമില്ലാത്ത വ്യക്തിയായിട്ട് മാറും. ഹല്ലേലൂയ. നിത്യജീവിതത്തിന്റെ പ്രത്യാശയുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ എത്ര സഹനം വന്നാലും അവർക്ക് അതിനുള്ള ഒരു ഉത്തരവുണ്ട്. കാരണം ഇതിനപ്പുറമുള്ള ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ധനികനായ മനുഷ്യനോട് സംസാരിക്കുക. ധനികനായ മനുഷ്യന് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിച്ച് അവൻ എല്ലാ പ്രമാണങ്ങളും പാലിച്ചു. ഇവിടെ കർത്താവ് പറയുന്നത് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഉടനെ തന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വചനം, 21-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇത് കേട്ടിട്ട് അവൻ വളരെയധികം വിഷാദിച്ചു. ഇതിന്റെ അർത്ഥം കാരണം എന്താണ്? അവൻ ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതായിട്ട് കണ്ടിരുന്നത് ഭൂമിയിലെ നിക്ഷേപത്തെക്കാളും അവൻ ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതായിട്ട് കണ്ടത് ഈ ഭൂമിയിലെ നിക്ഷേപത്തെയാണ്. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് വിറ്റ് കഴിഞ്ഞാൽ എവിടെ നിക്ഷേപം ഉണ്ടാകും? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. സ്വർഗം കിട്ടണമെങ്കിൽ നീ ഇത് വിൽക്കണം. സ്വർഗം കിട്ടണമെങ്കിൽ ഇത് വിൽക്കണം. അത് അവന് ഏറ്റവും വലിയ വേദനയാണ്. ഹല്ലേലൂയ. ആത്മശോധന ചെയ്യണം. ഇതേ കാര്യം കർത്താവ് നമ്മോട് ചോദിച്ചാൽ വിൽക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? എത്ര പേർക്ക് മനസ്സോടുകൂടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പറ്റും? 22-ാമത്തെ വചനം, ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. അവൻ വിഷാദിക്കാനും കരയാനും കാരണം എന്താണ്? എനിക്ക് സ്വർഗം കിട്ടത്തില്ലല്ലോ എന്നുള്ള വേദന തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം, അതിനേക്കാൾ അവൻ വിലപ്പെട്ടതായിട്ടാണ് എനിക്ക് ഒരു കാരണവശാലും സ്വർഗം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് വയ്ക്കാൻ പറ്റത്തില്ല. സ്വർഗം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കയ്യിലുള്ള പണം പോകാൻ പാടില്ല. ഇത് കണ്ടിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, കർത്താവ് സ്നേഹത്തോടെ പറയാണ്, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. വീണ്ടും എഴുതിയിരിക്കുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഹല്ലേലൂയ. എന്താ വെച്ചിരിക്കുന്നത്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിൽ. അന്ന് യഹൂദ മതവിശ്വാസത്തിലെ ഒരു പഴഞ്ചൊല്ലാണ്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകും. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകും. ഇതേ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് പറയാണ്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പണത്തോടുള്ള ദാഹം വർദ്ധിച്ച് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയും.
ഇന്നെല്ലാം എല്ലാ മക്കൾ വളർന്നു വരുമ്പോൾ, ഒരു കുടുംബം വരുമ്പോഴൊക്കെ പിശാച് ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയാണ് ഈ പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. മക്കളെ ഏറ്റവും പണമുള്ള അല്ലെങ്കിൽ ഏറ്റവും സമ്പത്തുള്ള മേഖലയിലേക്ക് വളർത്തി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പരിണിത ഫലമാണ് പലരുടെ ഉള്ളില് ആഴമായ വിശ്വാസമില്ല. ഹല്ലേലൂയ. ഞാനിത് ഈ ഒരു വചനഭാഗം ഇങ്ങനെ ധൈര്യപൂർവ്വം പറയാനാണ്. ഇങ്ങനെ പറയണമെങ്കിൽ ഇച്ചിരി വേണ്ടിയുണ്ട്. ഇങ്ങനെയൊക്കെ പറയപ്പെടുത്തി അച്ഛാ എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് പണമില്ലാതെ ജീവിക്കാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില അനുഗ്രഹങ്ങള് ദൈവാനുഗ്രഹങ്ങളല്ല. പണം കിട്ടി തകർന്നു പോയിപ്പിക്കുന്ന അനേകം പേരുണ്ട്. പണം വർദ്ധിച്ചിട്ട് നശിച്ച് വട്ടപൂജ്യമായിരിക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം പണത്തോടുള്ള ആസക്തിയാണ്. ജീവിതത്തിൽ സ്വയം നശിക്കാനായിട്ട് തീരുമാനമെടുത്ത ആൾക്കാരുണ്ട്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്. ജീവിതത്തിൽ പാപത്തെ ഉപേക്ഷിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ട്. ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാതെ, രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാതെ, സ്വയം നശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പലരെയും കീഴടക്കാനായിട്ട് പിശാച് ഒരുക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കെണിയാണ് അവന്റെ ഉള്ളില് പണത്തോടുള്ള ദാഹം വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ പറ്റാതെ, അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാതെ, ജീവിതത്തിൽ സ്വന്തം ആത്മാവിനെ നേടാൻ പറ്റാത്ത വിധം അവനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു പാപമേഖലയാണ് പണത്തോടുള്ള ആസക്തി. അങ്ങനെ പണത്തോടുള്ള ആസക്തി നിറഞ്ഞു കഴിയുമ്പോൾ, നീ കൊന്നയിലാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കാണുന്നത് ഈ പണത്തിന്റെ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വ്യക്തി ഏത് ആത്മീയ കാര്യങ്ങൾക്ക് പോയാലും അയാൾക്ക് സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇന്ന് പലരുടെയും വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും പലർക്കും നിഷ്കളങ്കമായിട്ട് സ്തുതിക്കാൻ പറ്റുന്നില്ല, നിഷ്കളങ്കമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്താൻ പറ്റുന്നില്ല. എന്റെ കാരണം പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പാപം മൂലം, പണം മൂലം ഇതിനെ ബന്ധിച്ചിരിക്കുന്ന ഒരു മേഖലയുണ്ട്. ഹല്ലേലൂയ. യാതൊരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ പ്രത്യേകതയാണ്. അവര് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ പുതുവീഞ്ഞ് കുടിച്ചവരെ പോലെയാണ് അവര് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. എന്നെ നോക്കി നിൽക്കുക, പല ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്റെ കാരണം ഈ പരിശുദ്ധാത്മാവാകുന്ന തീ ഉണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കൊടുത്ത വിലയാണ്. കത്തോലിക്കാ സഭയിലെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആദ്യ നാളുകളില് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള തീക്ക്, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളില് തീയും തീപ്പന്തങ്ങളുമായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത അനേകം പേരുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് ആ ദാഹം ഇറങ്ങി ഈ ലോകത്തോടുള്ള ദാഹം വർദ്ധിച്ചതോടുകൂടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധമായി. ഹല്ലേലൂയ. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ. യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു. പത്രോസ് ചോദിക്കും, കർത്താവേ എങ്ങനെ പൈസ ഇല്ലാതെ, അല്ലെ നമ്മൾ പറയുന്നത്, ഇപ്പോഴത്തെ നിങ്ങൾ പറയുന്നത് പോലെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റും, പണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും? ഉടനെ യേശു നോക്കിയിട്ട് പറഞ്ഞു, അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടുത്തേക്ക് എല്ലാം സാധിക്കും. 28-ാമത്തെ വചനം പത്രോസ് പറഞ്ഞു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ വിളിച്ചിരിക്കുന്നു. യേശു പ്രത്യേകിച്ച് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുക. ഹല്ലേലൂയ. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമ്പത്തുള്ളവര്, പണമുള്ളവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വീണ്ടും പൗലോസ്ലീഹ പറയാം. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. 1 തിമോത്തിയോസ് 6:17. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധ്യത്യം അപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവരെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ഉദ്ബോധിപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പണമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ധനവാനാണെങ്കിലും നിന്റെ ഉള്ളിൽ ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തെ ഭരിക്കുന്നത് കർത്താവിന്റെ ആത്മാവായിരിക്കണം. നിന്റെ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിന്നെ നയിക്കേണ്ട അരൂപി ദൈവത്തിന്റെ ആത്മാവാണ്. നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ആ ദാഹം ആത്മീയ ദാഹമാണ്.
ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തില് പണം ഇരിക്കുന്തോറും അവനൊരു പ്രത്യേകത, അവനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ചില വ്യക്തികളെ പണം നൽകി ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയുടെ ബൈബിളില് നിയമാവർത്തന പുസ്തകം 28, ലേവ്യരുടെ പുസ്തകം 26 അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു. ഈ ദൈവം തന്ന അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും നിങ്ങൾ പരിശുദ്ധാത്മാവോട് ദാഹിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ തരുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതൊരു ദൈവാനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു ദൈവാനുഗ്രഹമാണ്. നമ്മൾ ഈ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിന്റെ പ്രമാണങ്ങൾ പാലിക്കുമ്പോൾ, ജീവിതത്തിൽ കറയറ്റ ജീവിതം നയിക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹമുണ്ട്. അതൊരു ബ്ലെസ്സിംഗ് ആണ്. അതല്ലാത്തതെല്ലാം ബ്ലെസ്സിംഗ് ആണെന്നൊന്നുമില്ല. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔന്നിത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള, ഇതെല്ലാം തന്നിട്ടുള്ള ദൈവത്തിന് പ്രത്യാശ അർപ്പിക്കാൻ, പ്രതീക്ഷ വയ്ക്കാനായിട്ട്, ഇതെല്ലാം തന്നിരിക്കുന്ന നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ഉദ്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ കയ്യിൽ മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്നവരല്ല യഥാർത്ഥ സമ്പന്നൻ. അവർ നന്മ ചെയ്യാതെ എല്ലാം വിശുദ്ധി കാണിച്ച് ജീവിക്കുന്നവരല്ല യഥാർത്ഥ സമ്പന്നൻ. പറയാണ് അവർ നന്മ ചെയ്യണം, സൽപ്രവൃത്തികൾ സമ്പന്നരും വിശാല മനസ്കരായിരിക്കണം, ഉദാരമതികളുമായിരിക്കണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഭദ്രമായ അടിത്തറ പണിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ വളരെയധികം സമ്പത്തുണ്ടെങ്കിലും നിത്യജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ഈ നല്ല ഭവനത്തിലാണ് താമസിക്കുന്നെങ്കിലും സ്വർഗത്തെ നിത്യജീവിതത്തെ നീ ഒരിക്കലും മറക്കരുത്. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാതെ യാന്ത്രികമായിട്ട് സുഖലോലുപതയിൽ നീ ജീവിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് സമ്പന്നരോട് പറയുന്ന ഉപദേശമാണ്, നിനക്ക് സമ്പത്തുണ്ടെങ്കിലും നിനക്ക് പ്രത്യാശ ഉണ്ടായിരിക്കും. കർത്താവിന്റെ ആത്മാവിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രത്യാശ ഉണ്ടായിരിക്കും. ഉദാരമതിയായിരിക്കണം, നന്മ ചെയ്യുന്നവനായിരിക്കണം, ഹൃദയവിശാലതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഒരാളുടെ വേദന കാണുമ്പോൾ കണ്ണടച്ച് കളയുന്നതും ചെവി അടച്ച് കളയുന്നതും അല്ല യഥാർത്ഥ ധനവാൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്നവനല്ല യഥാർത്ഥ ധനവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്നവന് കൊടുക്കാൻ കയ്യിൽ പണവും. നിങ്ങൾ ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്തു ഉറപ്പിക്കൂ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ കർത്താവ് ഇട്ട് തരും. ഹല്ലേലൂയ. നിങ്ങൾ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു, നിങ്ങൾ എത്ര കെട്ടിയാലും കയ്യിൽ തകയാണ്. ദശാംശം കൊടുക്കുകയല്ല, പാവപ്പെട്ടവരെ സഹായിക്കുകയല്ല, ഇങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ചിലർ പറയുന്ന വെച്ചാൽ എത്ര ലക്ഷങ്ങൾ കിട്ടിയിട്ട് ഒന്നും ആകുന്നില്ല, എത്ര പൈസ കിട്ടിയിട്ട് ഒന്നും തികയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലരുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയിലെ വലിയ തകർച്ചകൾക്ക് അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി പ്രാപിക്കാത്തതിന്റെ കാരണം ഒരു പാവപ്പെട്ടവരെ സഹായിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉദാര മനസ്കരല്ലാത്തത് കൊണ്ട്, ഹൃദയവിശാലത നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാതെ പണത്തിന് ഇടം കൊടുക്കുന്ന ഒരു ആത്മാവ് നശിക്കും. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തത്, ഈ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സുഖഭോഗങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുക. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പില് 153 പേജിൽ, ഡയറി കുറിപ്പിലെ 153 പേജിൽ ഭാഗം പറയുന്നു. 153 പേജ്. ഒരു ദിവസം ഞാൻ 2 വഴികൾ കണ്ടു. ഒന്ന് വീതി കൂടിയതും മണലും പൂക്കൾ വിരിച്ചതും സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി. സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു. അവർ അറിയാതെ തന്നെ അതിന്റെ അവസാനത്തിലെത്തി. ആ വഴിയുടെ അവസാനത്തിൽ വലിയൊരു ഗർത്തം ഉണ്ടായിരുന്നു. അത് നരകത്തിന്റെ ഗർത്തമായിരുന്നു. അന്ധമായി നടന്ന് ആത്മാവ് അതിൽ പതിച്ചു. എണ്ണാൻ പറ്റാത്ത വിധം അവരുടെ എണ്ണം വലുതായിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ ഓസ്റ്റീനായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എല്ലാത്തരം സന്തോഷങ്ങളും സുഖങ്ങളും ആർഭാടങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു വഴി.
ഏറ്റവും നല്ല ആഗ്രഹിക്കുന്ന ഒരു വഴിയാണ്, എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന വഴി. പക്ഷെ അവസാനം ഒരു ഗർത്തവും ഒറ്റ വീഴ്ചയാണ്. എഴുതിയിരിക്കുകയാണോ, ഇതിൻ്റെ അകത്ത് പോകുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, ഇതിനകത്ത് ഇന്ന് വീഴുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. രണ്ടാമത്തത്, ഇടുങ്ങിയതും കല്ലും പറഞ്ഞ വരുവാൻ പാതയായി അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു, കരഞ്ഞുകൊണ്ടാ പോകുന്നത്. എല്ലാ തരത്തിലുള്ള സഹനങ്ങൾക്കും അവർ ഇരയായിത്തീർന്നു. ചിലർ കല്ലിൽ തട്ടി വീണുകൊണ്ടിരുന്നു, എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റും വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ആ പാതയുടെ അവസാനം അതിമഹത്തായതും എല്ലാ തരത്തിലുള്ള ആനന്ദം നിറഞ്ഞതുമായ ഒരു ഉദ്യാനമായിരുന്നു. ഈ ആത്മാക്കളെല്ലാം അതിൽ പ്രവേശിച്ചു. ആ നിമിഷം തന്നെ അവരുടെ സഹനങ്ങളെല്ലാം മറന്നുപോയി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സഹനങ്ങൾ ഓർത്തിരിക്കുന്ന ആൾക്കാർ മറക്കുന്ന ഒരു സമയം. എനിക്ക് അമ്മയിൽ നിന്നുണ്ടായ സഹനം, ജീവിത പങ്കാളിൽ നിന്നുണ്ടായ സഹനം, വീട്ടിലെ ദാരിദ്ര്യം, കഷ്ടപ്പാട്, രോഗപീഠങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇന്ന് ഓർത്തിരിക്കും. ഇത് മറക്കുന്ന ഒരു സമയമുണ്ട്. ഇത് മറക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്വർഗത്തിലെ ആനന്ദം തിരിച്ചറിയുമ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ആനന്ദം തിരിച്ചറിയുന്ന ഒരു ആത്മാവിന് പിന്നീട് ഭൂമിയിലെ വേദനകൾ ഓർക്കാൻ സമയമില്ല. അയാളുടെ ഓർമ്മയിൽ പോലും വരികയില്ല ഭൂമിയിലെ സഹനങ്ങൾ. അതുകൊണ്ട് വചനം, സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനോട്, അല്ലെ, 2 തിമോത്തിയോസ് 2:15 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അങ്ങനെ അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ, പ്രാർത്ഥിക്കാൻ, പള്ളിയിൽ പോകാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാൽ പല പീഡകളും പല അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സഹനം. ഇതൊരു ആനന്ദമായിട്ട് മാറും. ഹല്ലേലൂയ. 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 ഈ കൊരിന്തോസുകാർക്ക് ഇത് 1-ാമത്തെ ലേഖനം, 1 കൊരിന്തോസുകാർക്ക് 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. 1 കൊരിന്തോസ് 6:12. 1 കൊരിന്തോസ് 6:12. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമാണ്. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എന്നെ ഒന്നും അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഈ പൗലോസ്ലീഹ കൊരിന്തോസിൽ വചനം പ്രസംഗിക്കുമ്പോൾ ഈ കൊരിന്തോസിലെ അന്നത്തെ ആ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ. അതായത് ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ ശരീരത്തിന് സുഖവും ആവശ്യമാണ്. ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ ശരീരത്തിന് സെക്സും ആവശ്യമാണ്. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ. ഇങ്ങനെ ഒരു മനോഭാവം നിലനിന്ന സമയത്താണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. ഇഷ്ടമുള്ളവരുമായിട്ട് പാപം ചെയ്യാം, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ശരീരത്തിന് സുഖം ഉള്ളതുപോലെ ശരീരത്തിന് ഭക്ഷണം, അല്ലെ, ഭക്ഷണം ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് ശരീരത്തിന് എല്ലാ സുഖങ്ങളും അനുവദനീയമാണ്. ഇഷ്ടമുള്ളെങ്കിൽ ഇന്നൊരു സ്ത്രീ ആണെങ്കിൽ, ഇന്നൊരു പുരുഷനാണെങ്കിൽ നാളെ അടുത്ത്, ഇങ്ങനെ ജീവിക്കാം, അനുവദനീയമാണ്. ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പലപ്പോഴും ഇങ്ങനെ ആചാരങ്ങളുണ്ട്. പല ദേവന്മാർക്കും ബലിയർപ്പിക്കും. പല രാജാക്കന്മാരെ ദൈവമായിട്ട് കണക്കാക്കും. ഈ രാജാക്കന്മാർക്ക് ബലിയർപ്പിക്കും. രാജാക്കന്മാർക്ക് ബലിയർപ്പിക്കുമ്പോൾ ഈ ബലിയർപ്പണത്തിന്റെ ഭാഗമാണ് ഈ ലൈംഗിക സുഖം, പലരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തും. ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നാണ് പൗലോസ്ലീഹ ഈ വചനം പറയുന്നത്. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല, എല്ലാം ഉപകാരപ്പെടുകയല്ല, നിനക്ക് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറിയല്ല. വീണ്ടും പറയാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയല്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മദ്യം കുടിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞു കഴിയുമ്പോൾ കുടിച്ച് മദ്യത്തിന്റെ അടിമയായിട്ട് നീ. ഇഷ്ടമുള്ളവരുമായിട്ട് ബന്ധം പുലർത്താം, ഇഷ്ടമുള്ളവരുമായിട്ട് പ്രേമത്തിലാകാം. പക്ഷെ വചനം പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ ഒന്നും അടിമപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നെ ഒന്നും അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം അവ രണ്ടിനെ നശിപ്പിക്കും.
ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ആ കാലഘട്ടങ്ങളില് സ്വന്തം ശരീരം വേറൊരാൾക്ക് ആരുമായിട്ട് വേണ്ടി വിട്ടുകൊടുത്ത് പാപം ചെയ്യാനായിട്ട് അനുവദിക്കപ്പെട്ട ഒരു സാഹചര്യത്തില് പൗലോസ് പറയാണ്, ഇങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ പാപം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, ശരീരം സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ശരീരം നമ്മുടെ ശരീരം കൊണ്ട് ഇഷ്ടമുള്ള പാപം ചെയ്യാനായിട്ടുള്ളതല്ല, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനായിട്ട് അവകാശമില്ല. ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഞാന് മദ്യപിച്ചു നോക്കുമ്പോ എന്താ തെറ്റ്? ഞാൻ കുടിച്ചു നോക്കുമ്പോ എന്താ കുഴപ്പമിരിക്കുന്നു? ഞാൻ കഞ്ചാവ് വലിച്ചു നോക്കുകൊണ്ട് എന്താ തെറ്റിരിക്കുന്നത്? അതിനും പറയാം, നിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല. ഹല്ലേലൂയ. ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് പുരുഷനുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയാൽ എന്താ തെറ്റ്? നിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ നിനക്ക് അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ മേൽ അധികാരം ദൈവത്തിനാണ്. ഈ വചനഭാഗത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. കർത്താവുമായി സംയോജിക്കുന്നു. അതുകൊണ്ട് 6:17 നേരെ ഓപ്പോസിറ്റ് വേറൊരു കാര്യം പറയുന്നത്, വേശ്യയുമായിട്ട് വീഴ്ച നടത്തി. കർത്താവുമായി സംയോജിക്കുന്നവരുണ്ട്, വേശ്യയുമായിട്ട് വീഴ്ച നടത്തി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള കർത്താവുമായി സംയോജിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളാണ്. ആത്മീയ കാര്യങ്ങൾ ഒരു ആനന്ദമായിട്ട് മാറും. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ താഴ്മയോട് പറയാണ്, ഇതൊരു ദാഹത്തോടെ വരുന്ന കൂട്ടായ്മയായിട്ട് മാറും. ആഗ്രഹിച്ച് വചനം കേൾക്കാൻ വരുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറും. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹം നിറഞ്ഞു പറയണം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഈ ആത്മീയദാഹമുള്ള വ്യക്തികളിലാണ്. ആത്മീയദാഹമുള്ള വ്യക്തികളുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹായുടെ മേലെ മിന്നലോളി വീണ് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായതാണ് ആത്മീയദാഹം. എങ്ങനെയെങ്കിലും ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ടല്ലേ എഴുതിയിരിക്കുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ആത്മീയദാഹമാണ്. ഒറ്റ കാര്യം, ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എപ്പോഴും നയിച്ചുകൊണ്ടിരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആദ്യ വെള്ളിയാഴ്ച ബുധനാഴ്ചയിൽ ശുശ്രൂഷ പങ്കെടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലും ഇത് നിറയണം. എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഈ ആത്മീയദാഹം നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഭൗതികദാഹം നിറഞ്ഞാൽ ജീവിതത്തിൽ എത്ര പണം കിട്ടിയാൽ നിങ്ങൾ അസ്വസ്ഥരായിരിക്കും. എത്ര ഭൗതിക കാര്യങ്ങൾ, നിങ്ങളുടെ മക്കൾ വിദേശത്ത് പോയാലും പിന്നെ നിങ്ങൾ അസ്വസ്ഥരാണ്. അവിടെയല്ല, ചെറിയല്ല, അമേരിക്കയിൽ പോകണം, അമേരിക്കയിൽ ന്യൂസിലൻഡിൽ പോകണം, ഇത്ര പൈസ കിട്ടിയാൽ പോരാ. ഇത് കാരണം നിങ്ങളെ കീഴടക്കിയിരിക്കുന്നത് ഭൗതികദാഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയദാഹമുള്ളവരാണ് അവിടെ ഏറ്റവും വലിയ വേദന. ഇന്ന് 2 മണിക്കൂറാണെങ്കിൽ നാളെ 3 മണിക്കൂർ പ്രാർത്ഥിക്കണം. എനിക്ക് വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഇങ്ങനെ ആത്മീയദാഹമുള്ള ഒരാളെ, ആത്മീയദാഹമുള്ളവർക്ക് ജീവിതത്തിൽ വലിയ ഒരു പങ്കച്ചാണ്, ഒരു കസിനാണ്. അവളുടെ ജീവിതത്തിൽ വലിയൊരു അസുഖം. ഈ അടുത്ത നാളുകളിൽ ക്യാൻസർ വന്ന നാളുകളിൽ ഇങ്ങനെ വാവിട്ട് കരയാണ്. അപ്പൊ എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കൊച്ചു മക്കളും ഒക്കെ ഉണ്ട്, 3 മക്കളും ഒക്കെ ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അവളോട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വിളിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. കാരണം ഈ കരയുമ്പോൾ എന്താ മറുപടി കൊടുക്കുന്നത് അല്ലെ? ഇങ്ങനെയുള്ളവർ വീണ്ടും കരയാനായിട്ടിരിക്കും. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും എന്നെ വിളിച്ചു. അപ്പൊ നോക്കിപ്പോ അവൾ നന്നായിട്ട് ചിരിച്ചിരിക്കുന്നു. അവൾക്ക് ക്യാൻസർ മാറി, ക്യാൻസർ ഉണ്ടാച്ചാൽ അത് കുഴപ്പമില്ല. ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്കൊരു വചനം കിട്ടി. സങ്കീർത്തനം 17:8, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറച്ചു കൊള്ളണേ. ഹല്ലേലൂയ. പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ദൈവം അറിയാതെ എനിക്ക് ക്യാൻസർ വരികയല്ല. എവിടുന്ന ശക്തി കിട്ടിയത്? ദൈവം അറിയാതെ എനിക്ക് ക്യാൻസർ വരികയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നല്ല ധൈര്യത്തോടു കൂടിയാണ് ഈ പെൺകൊച്ചിന്റെ മാതാപിതാക്കളെ കൂടുതൽ ആശ്വസിക്കുന്നത്. പേടിക്കണ്ട, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയല്ല. ഇതാണ് ആത്മീയത. വീട്ടില് ഒരു ചെറിയ പ്രശ്നവുമായിട്ട് വളരെയധികം മാനസിക വിഷമത്തിൽ കഴിയുമല്ലേ? വീട്ടില് മക്കളുടെ ചെറിയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നോർത്ത് അസ്വസ്ഥപ്പെടുവല്ലേ? വീട്ടിലെ ചില പ്രശ്നങ്ങളുടെ പേരിൽ മരിക്കാൻ ആഗ്രഹിക്കുമല്ലേ?
ജീവിതത്തിലെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ചില അസ്വസ്ഥതകൾ ഓർത്ത് എന്തിനാണ് ഇങ്ങനെ ജീവിതം ഓർത്ത് നിരാശപ്പെടുവല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തിലുള്ളൂ. ഹല്ലേലൂയ. എന്താണ്? ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ളൂ. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ളൂ. ഇത് നഷ്ടപ്പെടും. എല്ലാവരും വിചാരിക്കും ഇതൊന്നും ദൈവത്തിന് പരിഹരിക്കാൻ പറ്റിയ, ഇതൊക്കെ എങ്ങനെ നേരെയാകും, ഇതെങ്ങനെ ശരിയാകും, നിങ്ങളുടെ മക്കൾ എങ്ങനെ നേരെയാകും, അല്ലെങ്കിൽ ജീവിത പങ്കാളി എങ്ങനെ നേരെയാകും. ചില ആൾക്കാർ പറയാം, 32 വർഷത്തോളം പ്രാർത്ഥിച്ചു, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇത്ര നാൾ നേരെയാകാത്ത ആള് ഇനി എങ്ങനെ നേരെയാകുന്നത്? പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കാരും നേരെയാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ ഒരാൾ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തില് അനന്യാസ് ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുന്നോട്, സാവൂൾ എന്ന ഒരാളെ നീ കാണും. കർത്താവിന്റെ ആത്മാവ് പറയാണ്, നീ അവന്റെ മേലെ കൈവെക്കണം. അനന്യാസ് പറയുന്നത്, ഇയാളല്ലേ സഭയെ പീഡിപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയിരിക്കുന്നത്. ജെറുസലേമിൽ ആ നാമത്തെ ഏറ്റവും കൂടുതൽ നിന്ദിക്കുകയും അതിനുവേണ്ടി അങ്ങനെ പറയുന്നവരെ മരണത്തിന് പോലെ എത്തിച്ചു കൊടുക്കുന്ന ആളല്ലേ. കർത്താവിന്റെ ആത്മാവ് പറയാം, ഇനി അവനാണ് എനിക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ജനത്തിന്, ദൈവത്തിന് മാറ്റാൻ പറ്റുന്ന മേഖലയുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയുണ്ട്. പലരുടെയും ഉള്ളിലെ ആത്മീയ ദാഹം നഷ്ടപ്പെട്ടതാണ് പ്രത്യാശ നഷ്ടപ്പെടാനുള്ള കാരണം. ഹല്ലേലൂയ. 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 ഈ ആത്മീയ ദാഹം നഷ്ടപ്പെട്ടാൽ ജീവിതം യാന്ത്രികമായിട്ട് മാറും. ഇന്ന് പലർക്കും വചനം കേൾക്കാൻ പറ്റുന്നില്ല, അരമണിക്കൂർ വചനം കേൾക്കാൻ പറ്റുന്നില്ല, അരമണിക്കൂർ കൊന്തയെല്ലാം പറ്റുന്നില്ല, ഒരു കരണക്കൊന്തയെല്ലാം പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കൊന്തയെടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പറയാണ്, കൊന്തയെടുത്ത് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, കൊന്തയെടുപ്പത്തേക്ക് അസ്വസ്ഥതയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാരണം ഈ ആത്മീയ ദാഹം നഷ്ടപ്പെട്ടതാണ്. ആത്മീയ ദാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തില് പ്രാർത്ഥനകൾ യാന്ത്രികമാണ്. ബൈബിളിൽ ഒരു സംഭവമുണ്ട്, അതായത് മക്കമാരുടെ 2-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം. ജാസൻ എന്ന് പറഞ്ഞൊരു പ്രധാന പുരോഹിതൻ കോഴ കൊടുത്ത് പുരോഹിതനായി, അല്ലെ, കാശ് കൊടുത്തിട്ട് പ്രധാന പുരോഹിതനായി. ശരിക്കും ദൈവം തെരഞ്ഞെടുത്തതല്ല, കാശ് കൊടുത്ത് പുരോഹിതനായി. അങ്ങനെ അവൻ പുരോഹിതനായി കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ മാറ്റും. അത് ജെറുസലേമിൽ പറ്റി മാറ്റമാണ്. തന്റെ അധികാരത്തിൽ ഒരു കായിക അഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലേം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ 150 താലന്ത് കൂടി കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചു. രാജാവിന്റെ അനുമതി തേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. വീണ്ടും റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ ഹിപ്പോളിമൂസിന്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ച്. ശ്രദ്ധിച്ച്, ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു. അധർമ്മിയും പ്രധാന പുരോഹിതനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശി സമ്പ്രദായങ്ങളും അങ്ങേയറ്റം സ്വീകരിച്ചു. പുരോഹിതന്മാർ ശുഷ്കാന്തി ബലിപീഠ ശുശ്രൂഷയിൽ നശിച്ചു. ചക്രം തളുകയേറുന്ന സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ത്രത്തെ അവഗണിക്കുകയും ബലിപീഠത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികൾ സംവദിക്കാൻ വേണ്ടി മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതല്ല അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതല്ല വിലമതിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതായത് ഈ വചനം പറയുന്നത് ഈ ഒരു ജാസൻ എന്ന് പറഞ്ഞ പുരോഹിത സ്ഥാനം കൈക്കൂലി കൊടുത്ത് വാങ്ങിയതിന് ശേഷം ഈ ആത്മീയ കാര്യങ്ങളോട് മടുപ്പ് തോന്നാനായിട്ട് പല കാര്യങ്ങളുടെ പിന്നാലെ കാര്യങ്ങൾ ക്രമീകരിച്ചു. അതായത് ഈ ചക്രത്തളികയിൽ എറിയുക, ഇങ്ങനെ ഒരു കായിക അഭ്യാസം, അല്ലെങ്കിൽ പല പരിപാടികൾ, ഇന്നത്തെ കാലത്തെ ചീട്ടുകളി, അല്ലെങ്കിൽ ചില ആഘോഷങ്ങളെല്ലാം പുറത്ത് സംഘടിപ്പിച്ചു. അപ്പൊ ആൾക്കാർ എങ്ങോട്ടാ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അവർക്കാർക്ക് പിന്നീട് പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കാനോ ബലിയർപ്പിക്കാനോ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാവരുടെ മനസ്സിലെ ചിന്ത എന്താണ്? നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ചില ആളുകളുടെ മനസ്സിൽ ചിന്ത ഇന്ന് വൈകുന്നേരത്തെ സീരിയലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണിൽ ആരെ വിളിക്കണം, ഇന്ന് വൈകുന്നേരം ഒരു സംഘം ഉണ്ടാക്കി ചീട്ട് കളിക്കണം. അങ്ങനെ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പുറത്തിറങ്ങിയ ലോട്ടറി എടുക്കണം.
ഇങ്ങനെ ദൈവിക കാര്യങ്ങളെ അവഗണിച്ച് ലോക കാര്യങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. അതാണ് ഈ ആത്മീയ ദാഹം നഷ്ടപ്പെടുക. ഹല്ലേലൂയ. ചിലർ പറഞ്ഞ ഹല്ലേലൂയ. ചിലരിങ്ങനെ ക്രിക്കറ്റിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, സീരിയലിന് വേണ്ടി ജീവിക്കുന്നവർക്കുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറിക്കഴിഞ്ഞാൽ പള്ളിയിൽ പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ അവന്റെ ചിന്ത മുഴുവൻ അതിലാണ്. പുറത്തിറങ്ങി ലോട്ടറി എടുക്കണം, അല്ലെങ്കിൽ പോയി ചീട്ട് കളിക്കണം, വൈകുന്നേരത്തെ ക്രിക്കറ്റ് കളി കാണണം, സിനിമ കാണണം. ഇങ്ങനെ ലോക വ്യാപാരങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥവും കൃപയും നഷ്ടപ്പെടും. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയത നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം ചടങ്ങായിക്കൊണ്ടിരിക്കുന്നത്. കുർബാന ചടങ്ങാണ്, കൊന്ത ചടങ്ങാണ്. വീട്ടിൽ ആരെ പറഞ്ഞിട്ട് 7:30 കുർബാന കൊന്തയിടണം, അതിന്റെ പേരിൽ ചെന്നു വിടുകയാണ്. ഇതെല്ലാം ചടങ്ങായിട്ട് മാറുന്ന ഒരു മേഖലയുണ്ട്. ഉള്ളിലെ ആത്മീയദാഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോക കാര്യങ്ങൾക്കും ഈ ലോക സന്തോഷങ്ങൾക്കൊക്കെ വില കൊടുത്ത് നശിക്കുന്നുണ്ട്. ചില ജീവിതത്തില് ചിലരുടെയൊക്കെ നാശത്തിന്റെ കാരണം വിളിച്ചു വരുത്തിയ നാശമാണ്. ലോട്ടറി എടുത്തിട്ട് നശിച്ചു പോയ ആൾക്കാരുണ്ട്. എന്നിട്ട് പറയാം ദൈവം എന്നെ ശിക്ഷിച്ചു. എന്നാ നശിക്കാൻ കാരണം ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇങ്ങനെ മദ്യപിച്ച് നശിച്ചു പോയ ആൾക്കാരുണ്ട്. മദ്യപാനത്തിന് വേണ്ടി ജീവിച്ച് അങ്ങനെ നശിച്ചു പോയ, എന്നിട്ട് പറയാണ് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ചില ബന്ധങ്ങളുടെ പിന്നാലെ പോയി തകർന്നു പോയ കുടുംബങ്ങളുണ്ട്. ഒരു ജീവിതം തന്നെ നശിച്ച് വട്ടപൂജ്യമായ ആൾക്കാരുണ്ട്. എന്ന് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടി? ആദ്യം സ്വയം വിശുദ്ധീകരിക്കപ്പെടാതെ ദൈവത്തിന് ഇടപെടാൻ പറ്റിയല്ല. ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളോട് നോ പറയാതെ ദൈവത്തിന്റെ ആത്മാവിനെ ഒന്ന് നയിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരും ഇങ്ങനെയുള്ള ബന്ധം, എനിക്ക് ആ ബന്ധം ഒന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെയുള്ള പാപമേഖല ഒന്നും എടുക്കുക. പക്ഷെ ഞാൻ ശ്രമിക്കാം പ്രാർത്ഥിക്കാനായിട്ട്. എന്തിനാ നീ അങ്ങനെ ശ്രമിക്കുന്നത്? ചിലത് മുറിച്ചു മാറ്റപ്പെടാതെ രക്ഷപ്പെടുകയല്ലേ. ചില കാര്യങ്ങളോട് നോ പറയാതെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ സഫീറ മരിച്ചു വീഴാൻ കാരണം, അനന്യാസ് മരിച്ചു വീഴാൻ കാരണം? അവര് ചെയ്ത പാപത്തിൽ അതിനെ മുറുകെ പിടിച്ചു നിന്നു. പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപത്തിലെ ഒരു പാപമേഖലയാണ് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും ആ തെറ്റിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ചില ബന്ധങ്ങൾ തെറ്റാണെന്ന് അറിയാമോ, ദൈവം അനുവദിക്കാത്ത ബന്ധമാണെങ്കിൽ അതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റിയല്ല. നീ അത് ഉപേക്ഷിക്കാത്തടത്തോളം കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ ഇടപെടാൻ പറ്റിയല്ല. എനിക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങൾ നിർത്താൻ പറ്റിയല്ല. എനിക്ക് ലോട്ടറി എടുക്കുന്നത് നിർത്താൻ പറ്റിയല്ല. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ചീട്ടുകൾ നിർത്താൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റിയല്ല. മുറിച്ചു മാറ്റാതെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ചില കാര്യങ്ങളോട്, ചില ബന്ധങ്ങളോട്, ഫോണിലെ ബന്ധങ്ങളോട്, ചില കൂട്ടുകെട്ടുകളോട് നോ പറയാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റും. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ ആത്മാവെ ചില കാര്യങ്ങളോട് നോ പറയാനുള്ള അഭിഷേകം, ചില പാപ മേഖലകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ, ചില ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ തരാനുള്ള പ്രബല സമയം പ്രാർത്ഥിച്ച് രണ്ടു കാലം ഉയർത്തിപ്പിടിച്ച് ശക്തമായ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് ശക്തമായ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവ സാന്നിധ്യം ഹൃദയത്തിൽ നഷ്ടപ്പെടുന്നതാണ്. ഒന്ന്, പണത്തോടുള്ള ആസക്തി വർദ്ധിച്ചാൽ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. രണ്ടാമത്, സുഖഭോഗങ്ങളോട് ആസക്തി നിറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. മൂന്നാമത്തെ ഒരു മേഖലയാണ് ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞാൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞ്, ഞാൻ ഇന്നലെ കണ്ണൂർ വരെ പോയപ്പോൾ ഒരു അച്ഛൻ പങ്കുപോയി, ഒരു കുഞ്ഞ് ഇന്നലെ മരിച്ചു. വെന്റിലേറ്ററിൽ പെട്ടെന്ന് ഭക്ഷണം എടുക്കുന്നതിന്റെ ഇടയ്ക്ക് അല്ലെ കയറി മരിച്ചത്. അപ്പോൾ ഈ കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞു. അപ്പനും അമ്മയും തമ്മിൽ ചർച്ചയില്ലാത്ത വഴക്കായതുകൊണ്ട് കുഞ്ഞിന് മാമോദീസ കൊടുത്തു. മാമോദീസ കൊടുത്തില്ല. അവസാനം രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ഇതിന് വഴക്ക് അത്ര രൂക്ഷമായ വഴക്കാണ്, കൊച്ചിന് മാമോദീസ കൊടുത്തില്ല. അവസാനം ഈ കൊച്ചു വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയാം ഞാൻ എല്ലാം കൊടുക്കേണ്ടി വന്നു. മാമോദീസ, സ്ഥൈര്യലേപനം, അന്തിമോദാശ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിന്റെ വെറുപ്പിന്റെ രണ്ടുപേരും തീരുമാനമെടുത്തു. അതായത് അവർ രണ്ടുപേരും ചേരിയില്ല. അതിന്റെ പരിണത ഫലമാണ് കൊച്ചിന് കിട്ടേണ്ട കൂതാശയുടെ ആരംഭത്തിൽ തന്നെ കിട്ടേണ്ട കൃപ മാതാപിതാക്കന്മാരുടെ വെറുപ്പ് മൂലം നഷ്ടപ്പെട്ടു.
പല ആത്മാക്കളും നരകത്തിൽ പോകാൻ ഇരിക്കുന്നത് ഉറപ്പ് മൂലമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും അമ്മയോട് വെറുപ്പുണ്ട്, സഹോദരങ്ങളോട് വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് വെറുപ്പുണ്ട്, മക്കളോട് വെറുപ്പുണ്ട്. ഒരാത്മാവിന്റെ വില തിരിച്ചറിഞ്ഞാൽ, ഒരു ആത്മാവിന് മരണശേഷം സംഭവിക്കാനിരിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ ഒരാളോട് വെറുപ്പ് സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 54-ാമത്തെ വചനം, 7:54, സ്തെഫാനോസിന്റെ മരണത്തെയാണ്. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാകാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. വചനപ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ചുറ്റും ആൾക്കാർ മുഴുവൻ കൊല്ലാൻ വേണ്ടി വരുവാണ്. ആൾക്കാർ കൊല്ലാനായിട്ട് വരുമ്പോൾ സ്തെഫാനോസ് എന്താണ്? എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ഹല്ലേലൂയ. വെറുപ്പുള്ള ഒരാളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും ഇല്ല. സ്തെഫാനോസിനോട് അത്രമാത്രം വെറുപ്പുള്ളത് കൊണ്ടല്ലേ കല്ലെടുത്ത് വന്നിരിക്കുന്നത്. നമ്മളെ കല്ലെറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മളെ നേരിടുന്നവരുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കെടുത്തി കളയാനിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, സ്തെഫാനോസിനെ പോലെ ദൈവത്തിന്റെ നേരെ നോക്കാനുള്ള പ്രബലരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമ്മളെ വേദനിപ്പിച്ചവരെയാണ്. നിങ്ങൾ അമ്മയുടെ നേരെ നോക്കും, ജീവിത പങ്കാളിയുടെ നേരെ രൂക്ഷമായിട്ട് നോക്കും, മക്കളുടെ നേരെ നോക്കും. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ഇവരെല്ലാം കല്ലെറിയാനായിട്ട് വരുമ്പോഴത്തേക്കും അതില് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. കല്ലെറിയാനായിട്ട് വന്നപ്പോൾ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അതായത് വീണ്ടും പറയണം, ദൈവത്തിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. പിന്നെ എറിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന മേഖലയാണ് വെറുപ്പിന്റെ മേഖല. ഹല്ലേലൂയ. ഇത് നേരെ വ്യത്യസ്തമായിട്ട് ബൈബിളിൽ പഴയ നിയമത്തിലെ സാവൂൾ എന്ന കഥാപാത്രം ഉള്ളു മുഴുവൻ വെറുപ്പ് നിറച്ച് അവസാനം ആത്മഹത്യ ചെയ്ത് സ്വർഗം നഷ്ടപ്പെടുത്തിയ കഥാപാത്രം. ആദ്യകാലത്ത് പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവചിച്ച ആളാണ്. എന്നാൽ ഈ കാലക്രമത്തിൽ പിന്നീട് ഉള്ളിലേക്ക് വെറുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയത് സാവൂൾ അറിഞ്ഞില്ല. ദൈവത്തിന്റെ ആത്മാവ് പിന്നെ ഓരോ ദിവസവും ഈ ദാവീദിനെ കാണുന്നത് എങ്ങനെയാണ്? കൊല്ലണമെന്നുള്ള മനോഭാവത്തോടു കൂടിയാണ്, വെറുപ്പിന്റെ മനോഭാവത്തോടു കൂടിയാണ്. ഇത് ആത്മശോധനയ്ക്ക് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ജീവിത പങ്കാളിയെ ഏത് കണ്ണോടുകൂടിയാണ് കാണുന്നത്? നിങ്ങളുടെ മക്കളെ ഏത് വിധത്തിലാണ് നോക്കുന്നത്? നിങ്ങളുടെ മാതാപിതാക്കന്മാരെ, നിങ്ങളെ വേദനിപ്പിച്ചവരെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായ സ്വർഗഭാഗ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ മൂല്യവും ഈ ഭൂമിയിലെ വെറുപ്പിന്റെ ആഴവും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എത്ര പണ്ടേ ക്ഷമിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. പലരുമൊക്കെ നരകത്തിൽ പോകാൻ കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഒരു ഭർത്താവാണ് നരകത്തിൽ പോകാൻ കാരണം. വിശുദ്ധ ഡൊമിനിക് സാവിയയുടെ ജീവിതത്തില് സംഭവം, ഡൊമിനിക് സാവിയയുടെ രണ്ട് കൂട്ടുകാര് തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി. രണ്ടുപേരും തമ്മില് ശരിയാകത്തില്ല, രണ്ടുപേരും തല്ലാൻ തീരുമാനിച്ചു. ഇപ്പൊ ഡൊമിനിക്കിന് മനസ്സിലായി ഇവരെ രക്ഷയാക്കാൻ പറ്റത്തില്ല, ഇവരെ നേരെയാക്കാനായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിൽ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. രണ്ടുപേരും ഡൊമിനിക്കിന്റെ കൂട്ടുകാരാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്ഥലം കൊടുത്തു, നിങ്ങൾക്ക് രണ്ടുപേരുടെ കയ്യിൽ കല്ലുണ്ട്, പരസ്പരം ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് അവസരം കൊടുത്തു. ഒറ്റ കണ്ടീഷനോട്, നിങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ രണ്ടുപേരും ഉച്ചത്തിൽ പറയണം, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരോടും കരുണ കാണിച്ചു. എന്നാൽ പാപിയായ ഞാൻ, എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് സ്വന്തം ആവശ്യമില്ലാത്തത് കൊണ്ടും എനിക്ക് ഈശോയെ പോലെ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവനെ കല്ലെറിയുമെന്ന് പറയണം.
ഹല്ലേലൂയ. എന്താ പറയേണ്ടത്? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുരിശിൽ മരിച്ചവരോട്, കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച് മരിച്ചുവെങ്കിൽ ഞാൻ എന്ന പാപി എന്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റാതെ അവനെ കല്ലെറിഞ്ഞു കൊന്ന് നരകത്തിൽ പോകുമെന്ന് പറയണം. ഒന്നത്. രണ്ടാമത്തത്, ഇവനെ കല്ലെറിയുന്നതിന് മുമ്പ് ആദ്യം എന്നെ കല്ലെറിയണം, ഡൊമിനിക്കിനെ കല്ലെറിയണം. അത് പറഞ്ഞു, അത് പറ്റിയല്ല, നിന്നെ കല്ലെറിയാൻ പറ്റിയല്ല. അതിനുശേഷം ഈ ഡൊമിനിക് സാവിയ പറഞ്ഞ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്: നിങ്ങളുടെ വെറുപ്പ് മൂലം നിങ്ങളെ നശിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാവ് കാൽവരിയിൽ കുരിശിൽ പെടഞ്ഞു മരിച്ച് നേടിയെടുത്ത ആത്മാവിനെയാണ് നശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കുഞ്ഞു ചെറുക്കനാണെന്ന് ഓർക്കണം, അല്ലെ? ഡൊമിനിക് സാവിയ മരിച്ചത് വളരെ ചെറുപ്പത്തിലാണ്. നിങ്ങളുടെ വെറുപ്പ് മൂലം നിങ്ങൾ നശിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാവ് യേശു ക്രിസ്തു മരിച്ച് നേടിയെടുത്ത ആത്മാവിനെയാണ്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. നമ്മുടെ ഉള്ളില് പലരോടും വെറുപ്പ് സൂക്ഷിച്ച് ആ വെറുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത മരിച്ച യേശു ക്രിസ്തു നേടിത്തന്ന നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. പലരുടെയും ഉള്ളിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണം വെറുപ്പാണ്. അതുകൊണ്ടാണ് ബൈബിളില് എബ്രായ ലേഖനത്തില് 13-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ദൈവ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങളിൽ ആർക്കും ദൈവകൃപ വായിക്കാം. അതിലൊന്ന് വായിക്കാം, അതിലൊന്നിട്ട് നമുക്ക് വായിക്കാം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം, ഹെബ്രായ ലേഖനം 12-15, 12-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ, കൃപ എന്ന് പറയുന്നത് എന്താ? കൃപ എന്ന് പറയുന്നത് ഈ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ഒരു സംരക്ഷണമാണ്, സഹായമാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നില്ലേ, ഞാൻ ഇപ്പോഴും പാപം ചെയ്യാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്തായിരിക്കുന്നുവോ കൃപയാലാണ്. എനിക്കിതിൽ വിശുദ്ധനായി ജീവിക്കാൻ പറ്റുന്നത് കൃപയാലാണ്. വചനം പറയാണ്, ഈ കൃപ നഷ്ടപ്പെടും എപ്പോഴാണ്? ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അർത്ഥം എന്താണ്? വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? വെറുപ്പ് മൂലമാണ്. നിങ്ങൾക്കൊരു ദൈവകൃപ, നമുക്കൊരു ദൈവകൃപ ലഭിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവകൃപയാൽ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ, ദൈവകൃപയാൽ വിശുദ്ധി പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദൈവകൃപയാൽ നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദൈവകൃപയാൽ നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ കൃപ പോകുന്നത് ഒരു മേഖലയാണ് ഒരാളോട് വെറുപ്പ് തോന്നുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതിലൂടെ, ഈ വെറുപ്പിലൂടെ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് വിശാലാണ്. നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കാരിയൂസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി പോരുന്നതിന് മുമ്പ് പെട്ടെന്ന് വിശുദ്ധരുടെ, അനുദിന വിശുദ്ധരുടെ പുസ്തകം എടുത്തു. മക്കാരിയൂസ് എന്ന് പറഞ്ഞ വിശുദ്ധനാണ്. നല്ല താമസ ജീവിതം നയിക്കുന്ന ഒരു സന്യാസിയാണ്. അപ്പൊ ആ കാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ ആൾക്കാർ മുഴുവൻ, ആൾക്കൂട്ടം മുഴുവൻ അവളെ വിചാരണ ചെയ്തു, നീ ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചത്? അപ്പൊ പറയാണ്, ഈ മക്കാരിയൂസ് എന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, മക്കാരിയൂസ് എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഗർഭിണിയായിരിക്കുന്നത്. ഉടനെ ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിന്റെ ആശ്രമം തന്നെ തകർത്ത് കളഞ്ഞു, ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു, എല്ലാം ചെയ്തിട്ട് വിളിക്കാൻ പാടില്ലാത്ത പേരുകൾ. ഒരു സന്യാസിയാണ്, സന്യാസി ജീവിതം നയിക്കുന്ന, വളരെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തെ കളിയാക്കി. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കൃപയുള്ള സന്യാസി, കൃപയുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം വേണ്ടി ഒന്നും എതിര് പറയാനായിട്ട് നിന്ന്, ന്യായീകരിക്കാനായിട്ടൊന്നും നിന്ന്. അത്രമാത്രം കൃപയുള്ളവർക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആത്മീയതയുടെ ശക്തിയാണ് ഒന്നിനെതിരെ ചോദ്യം ചെയ്യാൻ പോയില്ല, ആരെയും എതിർക്കാൻ പോയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് ഗർഭിണിയായി പ്രസവ സമയം എത്തിയിട്ട് പ്രസവിക്കുന്നില്ല, നിലവിളിക്കുകയാണ് പ്രസവവേദന കൊണ്ട്. നിലവിളിച്ച് നൽകി പ്രസവിക്കാതെ, കുഞ്ഞുണ്ടാകാതെ വേദന കൊണ്ട് ഇങ്ങനെ വളരെയധികം വിഷമിക്കുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലായി പ്രസവിക്കാത്തതിന്റെ കാരണം താൻ ചെയ്ത പാപമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ചില ദൈവിക രഹസ്യങ്ങളുണ്ട്. ചില കാര്യങ്ങളെല്ലാം നമ്മൾ ന്യായീകരിക്കാനും, നമ്മൾ പറയുന്നതാണ് ശരിയാന്ന് പറയാൻ വേണ്ടി എല്ലായിടത്തും പോയി നമ്മൾ പറയും, ശ്രമിക്കും. ഈ ദൈവം തന്നെ ചില കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ ഒരു നല്ല ശതമാനത്തോളം വിശുദ്ധരെ ആരും അറിഞ്ഞിട്ടില്ല. വിശുദ്ധരാണെന്ന കാര്യം ദൈവം തന്നെ കൊണ്ടുവന്ന വിശുദ്ധരാണെന്ന കാര്യം. ഹല്ലേലൂയ. അൽഫോൻസാമയുടെ പരിശുദ്ധി ദൈവം കൊണ്ടുവന്നാണ്.
യോത്രാസ്യാമയുടെ പരിശുദ്ധി ദൈവം കൊണ്ടുവന്നാണ്. മണ്ണടഞ്ഞു കഴിഞ്ഞപ്പോഴെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിടത്തുനിന്ന് ദൈവം ഇങ്ങനെ പുറത്തേക്കൊണ്ടു. ഹല്ലേലൂയ. വിശുദ്ധിയുള്ളവരെ, കൃപയുള്ളവരെ, ക്ഷമിക്കുന്നവരുടെ നന്മയെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇവിടെ ഗർഭിണിയായി പ്രസവിക്കുന്നില്ല. ഉടനെ തന്നെ അവൾ വിളിച്ചു പറഞ്ഞു, എന്റെ ഗർഭത്തിന് ഉത്തരവാദി മക്കാരിയസാണ്. ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവൾ പ്രസവിച്ചു. നാട്ടുകാരെല്ലാം പോയി സന്യാസിയുടെ കാലിൽ വീണു മാപ്പ് കൊടുക്കണം. ഇതിന് നിൽക്കാതെ അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് പോയി വേറൊരു ആശ്രമം അന്വേഷിച്ചു പോയി. അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും വന്നിട്ട് പറയും, മക്കാരിയസ് ചെയ്തത് വലിയ പുണ്യപ്രവൃത്തിയാണ്, മക്കാരിയസ് ക്ഷമയുടെ വിശുദ്ധനാണ്. ഇത് കേൾക്കാൻ നിന്നില്ല, അടുത്ത ആശ്രമത്തിലേക്ക് പോയി. ഹല്ലേലൂയ. എളുപ്പമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്ഷമയുടെ ഒരു അഭിഷേകം നിറഞ്ഞില്ല എങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. ക്ഷമയുടെ അഭിഷേകം നിറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പിശാചാണ്. ഒരാളോട് വെറുപ്പ് തോന്നി ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാളുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ മിത്രമായി ഹൃദയത്തിൽ തന്നെയുണ്ട്. ഒരാളോട് വെറുപ്പ് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അടുത്ത വൈരാഗ്യമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പിശാച് നമ്മുടെ ഹൃദയത്തിൽ. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ചിന്തകളും അല്ലെങ്കിൽ പറയുന്ന വാക്കുകളും ചിന്തകളും ഒക്കെ പിശാച് നൽകുന്ന ചിന്തയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവകൃപ, പിന്നെ കൃപയല്ല പ്രവർത്തിക്കുന്നത്, പിന്നെ അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്. വെറുപ്പുള്ള പലരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ചിലരെ കൊല്ലണമെന്ന് വിചാരിക്കും, ചിലരെ തകർക്കണമെന്ന് വിചാരിക്കും, ചില ജീവിതങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിക്കും, സ്വയം നശിക്കണമെന്ന് തീരുമാനിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വെറുപ്പിക്കുന്ന രീതി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ക്ഷമിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെ ക്ഷമിക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവസിക്കും, ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ നിറയും. അടുത്തൊരു മേഖല എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് പോകുന്നത് ഒരു ആത്മാവിന്റെ വില തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും പലപ്പോഴും ശരീരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിലെ 425-ാമത്തെ പേജ്, ഫൗസ്റ്റീനയുടെ ഡയറിയിലെ 425-ാമത്തെ പേജ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. നന്മ നടന്നു പറയുന്നേ സുസ്തി. ഇങ്ങനെ വായിക്കുന്നു, വലിയ പീഡകളുടെ മധ്യത്തിൽ, അന്ത്യവിധിയുടെ സമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെട്ട ഒരു ആത്മാവിനെ ഞാൻ കണ്ടു. ഓ ഈശോയെ, ഞാൻ ഇത് എഴുതുമ്പോൾ അവനെതിരായി സാക്ഷ്യം വഹിക്കുന്ന ഭയാനകമായ കാര്യങ്ങളുടെ ദർശനത്താൽ ഞാൻ വിറച്ചു പോകുന്നു. ഹല്ലേലൂയ. ഈ മരിച്ച ഒരു ആത്മാവിന് വേണ്ടി സാക്ഷ്യം പറയുന്ന ആൾക്കാർ. ഹല്ലേലൂയ. അതായത് ഇങ്ങനെ വെളിപാടിന്റെ പുസ്തകത്തിൽ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ കുറെ ആൾക്കാർ നരകത്തിൽ പോകും. സാക്ഷി, കോടതി മുറിയിലെ സാക്ഷിയുണ്ട്. ഇതുപോലെ തന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതി അവസാനത്തെ വിധി. വെണ്മയേറിയ വലിയൊരു സിംഹാസനവും അതിൽ ഇരിക്കുന്നവരെ ഞാൻ കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും കൂടിയതും അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവർ പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തന്നിലുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അവരെല്ലാം താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇതിന്റെ വേറൊരു മേഖലയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലേക്ക് 4:20. ജ്ഞാനം 4:20. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്നത്, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. അതായത് ഈ അന്ത്യവിധിയുടെ സമയത്ത് തന്നെയാണ്. ഒരാത്മാവിനെ ഞാൻ കണ്ടു, ഈശോയെ ഞാൻ എഴുതുമ്പോൾ അവനെതിരായി സാക്ഷ്യം വഹിക്കുന്ന ഭയാനകമായ കാര്യങ്ങളുടെ ദർശനത്തെ ഞാൻ വിറച്ചു പോകുന്നു. കുഞ്ഞു കുട്ടികളെയും ഏകദേശം 9 വയസ്സുള്ള മുതിർന്ന കുട്ടികളുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ഒരുതരം ചെളിക്കൂടിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ കാണപ്പെട്ടു.
ആ ആത്മാക്കൾ ഏറ്റവും ഭീകര സത്വങ്ങൾ പോലെയും അഴുകിയ മൃതശരീരങ്ങൾ പോലെയും മലിനവും വെറുപ്പുളവാക്കുന്നതുമായിരുന്നു. എന്നാൽ ആ മൃതശരീരങ്ങൾ ജീവനുള്ളവയായിരുന്നു. അവ മരണാസന്നനായ ആത്മാവിനെതിരെ ഉറക്കെ സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. മരിച്ചുപോയ, ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ദുരുപയോഗിച്ചവരായിരിക്കാം, നമ്മൾ ഒരുപക്ഷെ തകർത്ത വ്യക്തികളായിരിക്കാം, നമ്മൾ പോലും നശിച്ചിട്ടുള്ളവരായിരിക്കാം, നമ്മൾ പാപത്തിന് പ്രേരിപ്പിച്ച് പാപത്തിലേക്ക് വിട്ടിട്ടുള്ളവരായിരിക്കാം. ഇരിക്കുന്നുണ്ട്. അഴുകിയ മൃതശരീരങ്ങൾ പോലെ മലിനവും വെറുപ്പുളവാക്കിയവൻ. ആ മൃതശരീരങ്ങൾ ജീവനുള്ളവയായിരുന്നു. അവ മരണാസന്നനായ ആത്മാവിനെതിരെ ഉറക്കെ സാക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. ലോകത്തിന്റെ ബഹുമതികളും പുകഴ്ത്തുകളും ലഭിച്ച ഒരു ആത്മാവിന്റെ മരണാവസ്ഥയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടായിരുന്നു. ലോകത്തിന്റെ പുകഴ്ത്തലുകളും ലോകത്തിന്റെ ബഹുമതികളും പുകഴ്ത്തലുകളും ലഭിച്ച ഒരാത്മാവിന്റെ മരണാവസ്ഥയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. ഈ ലോകം, ചിലപ്പോ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ അകത്ത് കുറെ സർട്ടിഫിക്കറ്റ് കാണും, അല്ലെങ്കിൽ ചില എന്താ പറയാ ചില തരത്തിലുള്ള മെഡലുകൾ കാണും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ച് നമുക്ക് പലരും തന്നിട്ടുള്ളവയാണ്. ഇതൊക്കെ ബഹുമതിയാണ്. എന്നാൽ വചനം പറയുന്നത് ഇങ്ങനെ ബഹുമതി കിട്ടിയ ഒരാത്മാവിന് ആ ബഹുമതി മരണശേഷം ഉണ്ടായിരിക്കണമെന്നില്ല. ലോകത്തിന്റെ ബഹുമതികളും പുകഴ്ത്തലുകളും ലഭിച്ച ഒരാത്മാവിന്റെ മരണാവസ്ഥയാണ് ഞാൻ കണ്ടത്. അതിന്റെ അവസാനം ശൂന്യതയും പാവവുമായിരുന്നു. അവസാനം തന്റെ വസ്ത്രത്തിനുള്ളിൽ കണ്ണീര് പോലെ എന്തോ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ കടന്നു വന്നു. അവൾ അവനെതിരെ വളരെ ശക്തമായി സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ഈ വസ്ത്രത്തിന്റെ അകത്ത് കണ്ണുനീര് പോലെ എന്തോ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്നു. വസ്ത്രത്തിന്റെ അകത്ത് ഒരു കണ്ണുനീര് പോലെ പിടിച്ചുകൊണ്ട്, അതായത് ഈ മനുഷ്യന്റെ ഒരു പക്ഷേ ആ സ്ത്രീയെ നശിപ്പിച്ചതായിരിക്കാം. ഇത് പറയാണ്, അവൾ അവനെതിരെ വളരെ ശക്തമായി സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. വിഷയത്തോട് പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് 426 ഭയാനകമായ മണിക്കൂർ തന്റെ പ്രവൃത്തികളെയും അതിന്റെ ദുരിതങ്ങളെയും മറന്നീക്കി കാണേണ്ടി വരുന്ന അവസ്ഥ. ഒന്നുപോലും നഷ്ടപ്പെടാതെ അതെല്ലാം വിധി സമയത്ത് നമ്മെ അനുഗമിക്കും. ഈ ഭൂമി നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മളെ അനുഗമിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ മറക്കാൻ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ മരണസമയത്ത് അതെല്ലാം പുറത്തു കൊണ്ടുവരും. ഇപ്രകാരമുള്ള ഭീതിജനകമായ കാര്യങ്ങൾ വിവരിക്കാൻ എനിക്ക് ഉപമകളോ വാക്കുകളോ ഇല്ല. ഈ ആത്മാവ് നശിച്ചുപോയ ആത്മാവായി എനിക്ക് തോന്നുന്നില്ലെങ്കിലും അതിന്റെ പീഡനങ്ങൾ നരകയാതനകൾ വിഭിന്നമല്ല. ഒരു വ്യത്യാസം മാത്രം, ഒരു ദിവസം ഇതിന്റെ ഒരു അവസാനം. ഇത് ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കളെ കുറിച്ച് എഴുതുന്നതാണ്. ഹല്ലേലൂയ. ഈ ശുദ്ധീകരണാത്മാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ആത്മരക്ഷയെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വചന പ്രഘോഷണങ്ങളിലും ഈ മാനസാന്തരം, നിങ്ങൾ കുമ്പസാരിക്കുന്നവരാണ്, ഈ ആലയത്തിലും ഒക്കെ പല സ്ഥലത്തും ഒന്ന് കുമ്പസാരിക്കുന്നവരാണ്. ആദിമകാലത്തെ വചന പ്രഘോഷണത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം സ്നാപകയോഹന്നാൻ ആദ്യം പറയുന്നത് മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ മിശിഹ പറയുന്ന ആദ്യത്തെ വചനം എന്താണ്? മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി ലൂക്കായുടെ സുവിശേഷം 20 ഏറ്റവും അവസാന ഭാഗം. ലൂക്കായുടെ സുവിശേഷത്തില് അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ പറയുന്നു, അപ്പസ്തോലന്മാരോട് പറയുന്നത് പാപമോചനത്തിനുള്ള അനുതാപം 24:47. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടങ്ങളില് എല്ലായിടങ്ങളിലും ഈ മാനസാന്തരത്തിന്റെ സന്ദേശമൊക്കെ മാറി. എല്ലാവർക്കും ഈ ഭൗതിക രക്ഷയുടെ സന്ദേശങ്ങളാണ് എല്ലായിടത്തും പറയുന്നത്. സ്നാപക യോഹന്നാൻ പറയുന്ന ആണല്ലേ സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടുകയല്ല, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്നത്തെ ദേശികളായിട്ടുള്ളവരും ചുങ്കക്കാരായിട്ടുള്ളവരും കരഞ്ഞ് മാനസാന്തരപ്പെട്ടു. യേശു ഇത് തന്നെ, കർത്താവിന്റെ ആ ആദ്യത്തെ വചനം തന്നെ, മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അനേകർ മാനസാന്തരപ്പെട്ടു. ഈശോ അപ്പസ്തോലന്മാരോട് പാപമോചനത്തിലുള്ള അനുതാപത്തിന്റെ സ്നാനം എല്ലായിടത്തും പ്രസംഗിക്കുകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കർത്താവ് എല്ലാ ജനതകളെയും നിങ്ങൾ ശിഷ്യപ്പെടുത്തുവിൻ. ഈ മാനസാന്തരം ഇല്ലാത്ത അനുഗ്രഹം ഒരു അനുഗ്രഹമല്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങൾ വലിയ മാരക പാപാവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോട്ടറി അടിച്ചാൽ ദൈവാനുഗ്രഹമല്ല. നമുക്ക് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അഭിഷേകത്തിൽ കിട്ടുന്നതാണ്. ഹല്ലേലൂയ. അതാണ് ഈ ഒക്ടോബർ 13 പരിശുദ്ധ അമ്മ ഫാത്തിമയില് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് ഈ അവസാനത്തെ പ്രത്യക്ഷീകരണം കാണാനായിട്ട് അനേകം ആളുകൾ കടന്നു വന്നു, അനേകം രോഗികൾ വന്നു. ആ പ്രത്യക്ഷീകരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞ സന്ദേശം എല്ലായിടത്തും കൊടുത്തു. ലോകം മുഴുവൻ ഇങ്ങനെ പാട്ടായിക്കൊണ്ടിരിക്കും. 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അനേകം നിരീശ്വരവാദികളും സഭാവിരോധികളും പറഞ്ഞു, അതായത് ഇന്ന് മാതാവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയായി. അപ്പോൾ ലൂസിയുടെ അമ്മ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ വീടും കുടുംബം എല്ലാം തകർത്ത് കളയും ആൾക്കാർ. നീ പോയി കുമ്പസാരക്കൂടി ചെന്നിട്ട് നോണയാന്ന് പറഞ്ഞതല്ല. ഹല്ലേലൂയ. ഞാൻ ഉള്ളതുപോലെ പറയുള്ളൂ. ലൂസി പറയാണ്, ഞാൻ ഉള്ളതുപോലെ പറയും. ഇങ്ങനെയാണ് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ അനേകം ഒരു പത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ പത്രത്തിൽ തന്നെ ഇങ്ങനെ ഈ കുട്ടികളെ കുറിച്ചും ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചും വളരെ മോശമായിട്ട് ഇങ്ങനെ എഴുതി പ്രചരിപ്പിച്ച് ഇങ്ങനെ നാട് മുഴുവൻ നിലനിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒക്ടോബർ 13 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ കുട്ടികളുടെ അടുക്കലേക്ക് അനേക രോഗികളെ കൊണ്ടുവരുന്നത്. അന്ന് പ്രകടമായ അടയാളങ്ങൾ അന്തരീക്ഷത്തിൽ കണ്ടു. സൂര്യൻ ഇങ്ങനെ തിളങ്ങുന്നതും അതുപോലെ തന്നെ കളർ മാറുന്നതും ഒക്കെ കണ്ടു. ആളുകൾ മുഴുവൻ കണ്ടു. ആ സമയത്ത് ഈ ലൂസി പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ ഈ കൂടായ്മയിൽ ഇരിക്കുന്ന അനേകം പേരെ അമ്മ സുഖപ്പെടുത്തുവോ? അതിന് പരിശുദ്ധ അമ്മ പറഞ്ഞ മറുപടി എന്താ? ഏതാനും പേരെ ഞാൻ സുഖപ്പെടുത്തും. ബാക്കിയുള്ളവർ ആദ്യം മാനസാന്തരപ്പെടാൻ പറ, ആദ്യം അവര് വിശുദ്ധീകരിക്കപ്പെടാൻ പറ, ആദ്യം അവര് കുമ്പസാരിക്കാൻ പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല വ്യക്തികളുടെയും പല കുടുംബ ജീവിതങ്ങളുടെയും തകർച്ചയ്ക്ക് പിന്നിലുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മളിന്ന് വായിക്കുമ്പോൾ അറിയാം, അനന്യാസും സഫീറയും മരിക്കുമ്പോൾ ഒരുപക്ഷെ കാണുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അറിയത്തില്ല. അവരുടെ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന് അറിയാം. പല മക്കളും നശിക്കാനായിട്ട്, പല കുടുംബ ജീവിതങ്ങളും തകർന്നു പോകാനുള്ള കാരണങ്ങളുണ്ട്. അവരുടെ ഹൃദയം പരിശോധിച്ചാൽ, നമ്മുടെ ഉള്ളു പരിശോധിച്ചാൽ അറിയാം. ചിലത് അറിയപ്പെടാത്ത, മറ്റുള്ളവർക്ക് അറിയപ്പെടാത്ത രീതിയിലുള്ള ചില രഹസ്യ ബന്ധങ്ങളുണ്ട്, ചില രഹസ്യ പാപമേഖലകളുണ്ട്. അതുകൊണ്ടാണ് 90-ാമത്തെ സങ്കീർത്തകൻ തന്നെ പറയുന്നുണ്ട്, രഹസ്യ പാപങ്ങൾ പോലും അങ്ങയുടെ മുഖത്തിന്റെ ശോഭയിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ചിന്ത പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. നന്മ നൽകുന്ന മറിയമേ സുസ്തി. സങ്കീർത്തനം 98. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ ഉൾപ്പെടുന്നു. ഹല്ലേലൂയ. ഈ രഹസ്യ പാപങ്ങൾ, എന്താ രഹസ്യ പാപം എന്ന് പറയുന്നത്? ആർക്കും അറിയാതെ ദൈവത്തിന് മാത്രം അറിയാവും. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇതേ കാര്യം തന്നെ എഴുതിയിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം, ജ്ഞാനത്തിന്റെ പുസ്തകം 17:3. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യ പാപങ്ങൾ കണ്ടുപിടിക്കയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയഭ്രാന്തരാക്കി. ഉള്ളവകളിലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായിട്ടില്ല. അവർക്ക് ചുറ്റും ഭീകര ശബ്ദം മുഴങ്ങി, ഇരുണ്ട ഉഗ്ര ശബ്ദങ്ങൾ അവരെ വേട്ടയാടി. ഹല്ലേലൂയ. ഈ ചില പാപമേഖലകൾ ചിലരുടെ പ്രത്യേകതയാണ്. ചില കാര്യങ്ങൾ കുമ്പസാരക്കുട്ടി പറയല, ചില കാര്യങ്ങൾ കുമ്പസാരക്കുട്ടിയിൽ വർഷങ്ങളോളം മറച്ചു വെക്കും. അതിനെ പറയുന്നത് അവരെ പിന്തുടരുന്ന ചില ഭയത്തിന്റെ മേഖലയുണ്ട്, അവരെ പിന്തുടരുന്ന ചില അസ്വസ്ഥതകളുടെ മേഖലയുണ്ട്. ഹല്ലേലൂയ. ശരി പറയും ഹല്ലേലൂയ. ഒളിപ്പിച്ചു വരുന്നത് വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം. പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും അതിരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുകയില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. ദൈവം എന്റെ പാപങ്ങൾ കാണുകയില്ല, ദൈവം ശിക്ഷിക്കുകയില്ല. അതിന് പറയുന്ന പേര് അഹങ്കാരം തന്നെയാണ്. ഹല്ലേലൂയ. ഈ പാപത്തെ ന്യായീകരിച്ച് പാപത്തെ തന്നെ തുടർന്നു.
ചിലരുടെ ജീവിതത്തിന്റെ ചില ബന്ധനാവസ്ഥയ്ക്ക് കാരണം ഈ പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് പാപം കുമ്പസാരക്കുട്ടി പറയേ, പാപത്തെ ചേർത്ത് പിടിക്കുക. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങള് കണ്ടുപിടിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും ദൈവത്തെ മറച്ചു പിടിക്കാനായിട്ട് പറ്റിയല്ല. ദൈവത്തെ മറച്ചു പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. എല്ലാം കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളുടെ തകർച്ച നമ്മുടെ രഹസ്യ പാപങ്ങൾ തന്നെയാണ്. ചിലരുടെ ജീവിതങ്ങൾ ഐശ്വര്യം പ്രാപിക്കാത്തത് അങ്ങനെയാണ്. ചിലർ രക്ഷപ്പെടാത്തതിന്റെ കാരണം അങ്ങനെയാണ്. ഹല്ലേലൂയ. വീണ്ടും സക്കറിയാടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. സക്കറിയാടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുമ്പിൽ നിന്നവനോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. പാപം ഇരിക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തിയുടെ മേൽ പിശാചിന് അധികാരമുണ്ട്. എന്തുകൊണ്ടാ? പിശാച് ഇങ്ങനെ, യോശുവ എന്ന് പറഞ്ഞ പ്രധാന പുരോഹിതനാണ്. ഏതോ ചെറിയ തെറ്റുകളാണ്. അത്ര വലിയ പുരോഹിതനാണ്, അത്ര വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ്, ഏതോ ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ കാരണം എന്താണ്? അവനിൽ കുറ്റമാരോപിക്കാൻ കാരണം അവന്റെ പാപത്തിന്റെ മേഖലയാണ്. ഒരു മനുഷ്യനിൽ പാപം ഇരിക്കുന്നിടത്തോളം കാലം പിശാചിന് ആ വ്യക്തിയുടെ മേൽ അവകാശമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ശാസിച്ചിട്ടും പിശാച് പോകുന്നില്ല. പിന്നെ സംഭവിച്ചെന്താണ്? അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞ ചില പാപമേഖലകളുണ്ട്. ചില പാപമേഖലകൾ പറയാതെ നീ രക്ഷപ്പെടുകയില്ല.